നമസ്കാരം. സിറ്റി വില്ലേജ് ഇപ്പോൾ പാല് എൻ്റെ അങ്ങനെ കട ആരെയും ക്ഷണിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു കട ഇന്ന് ഉദ്ഘാടനമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പാനൂര് മാർക്കറ്റിൽ ആണ്. ഇത് സ്കൂൾ, ഈ ബിൽഡിങ്ങിൽ നിൽക്കുന്നത് സ്കൂൾ ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് നിൽക്കുന്നത്. ഇതാണ് സാധനം ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഏത് സമയം ഓപ്പണിംഗ് ആവും. ആരാ ഫസ്റ്റ് വരുന്നത് അതാണ് ഉദ്ഘാടകൻ. അങ്ങനെയാണ് എസ്കർ ബൈ. അല്ലാണ്ട് ആരും ക്ഷണിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്നലെ ഒറ്റരാത്രി, അതായത് ഇന്നലെ രാത്രി ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചിട്ട് ഷോപ്പിടാം. അങ്ങനെ സാധനത്തിന് ഓർഡർ കൊടുത്തു. വത്തക്കല്ലോടി വന്നു. ഇൻഷാ അല്ലാഹ് ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഇനിയുണ്ടാവും. പാനൂർ ഹോൾസെയിൽ ഇവിടെ. പാനൂർ ഫ്രൂട്ട്സിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ മുമ്പ് ഞാൻ വന്നിരുന്നു. അതിന് ശേഷം വേറെ ടീം താഴെ വന്നു, അനീഫിൻ്റെയും. അങ്ങനെ അവരെന്നെ പയറ്റിച്ചു. വളരെ തന്ത്രപരമായി അവർ മാർക്കറ്റ് പൊട്ടിച്ച് ഞാൻ നഷ്ടത്തിലോടി. അപ്പോൾ എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞ് മുതലാളി നീ നടക്കില്ല, പുതിയ പൂട്ടുന്നതല്ല. അങ്ങനെ 1 ലക്ഷം റുപ്യ പോയി. എന്നാൽ പൂട്ടിക്കളഞ്ഞു. അങ്ങനെ പൂട്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അനീഫയും പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിലായിരുന്നു ഹോൾസെയിൽ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതാ ഇൻഷാ അല്ലാഹ് ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് ബത്തക്ക, നാളെ നാഗ്പൂറിന് നാഗ്പൂറിൽ നിന്ന് നാരങ്ങ വരും. വാഴക്കുളത്തുനിന്ന് എന്താ വരിക, ചക്ക പൈനാപ്പിൾ. പിന്നെ മഹാരാഷ്ട്ര അനാർ, പപ്പായി ഫ്രം തമിഴ്നാട് ആൻഡ് മഹാരാഷ്ട്ര. പിന്നെ രാംദാരി ബത്തക്ക. അങ്ങനെ എല്ലാ ഐറ്റംസും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരും പ്ലീസ് വെൽക്കം ടു പാനൂർ. ഷോപ്പിൻ്റെ പേര് പാറക്കൽ ഫ്രൂട്ട്സ് കമ്പനി. ഇത് മറ്റേ ഇതാന്നാ, പിന്നെ നിങ്ങളെ പേര് തേനോ? പേര് പറയൂ. സയ്യിദ്. പാനൂര് ചുമട്ടാണ്. നമ്മളെ സഹോദരനെ പോലെയാണ്. മൂപ്പറാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ലോഡർക്ക്. ഒരുപാട് ആൾക്കാരുണ്ട്. യൂട്യൂബിൽ ഇപ്പം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പാനൂർ ടൗണിലേക്ക് നമ്മളെ പുതിയ ഡ്രൈവർ നിന്നസ്രേനു ഒമാനാ? ഉമർ. കുമാർ. ഞാൻ വെച്ചു ഒമാനാണ്. കുമാറാണ് ഫസ്റ്റ് ലോഡ് കൊണ്ട് വന്നത്. പ്ലീസ് വെൽക്കം. എൻ്റെ കടയിൽ നിന്ന് കൊടുത്താണ്. നമ്മളെ മൂപ്പറയുന്നതാ. നിങ്ങളെ പേര്? ജുനൈദ്. ജുനൈദ് ഇപ്പം കുണ്ടൽപേട്ടയുള്ളത്. വേറെ നാട് ഇടവണ്ണ മലപ്പുറം. ഇപ്പോൾ അവിടെ കുണ്ടൽപേട്ട സെറ്റിലേ ഹോട്ടലുണ്ട്. ഇവിടെ മുതലാളി. അപ്പോൾ ചായ ഫ്രീ ആയി അങ്ങോട്ട് വന്നാലേ. ഓക്കെ ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവരും സഹകരിപ്പിച്ചു. പുതിയൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പേര് തരോ? വില നിങ്ങൾ പറയുന്ന വില കൊടുക്കും. പവിത്രൻ ഫസ്റ്റ് ഉദ്ഘാടകൻ ഇയാളാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ് നിങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. ഇന്നേറ്റൊന്നല്ല, ഇവിടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കുന്ന. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ പ്ലീസ് വെൽക്കം. വില ഒരു പ്രശ്നമല്ല, നിങ്ങൾ പറയുന്ന റേറ്റ്. അപ്പോൾ ഇവരൊക്കെ എഴുതിട്ടായി 35 കിലോ അല്ലേ? ഇങ്ങോട്ട് അതോ അവർ സുഹൃത്തുണ്ട് ഇവിടെ. അവർക്ക് നാണാണ്. കുറവായിട്ട് ആയിക്കോട്ടെ, ഒന്ന് കൂട്ടി നോക്കല്ല. 37 പറഞ്ഞാൽ 37 × 15. അപ്പോൾ 555 അല്ലേ? ഓക്കെ റെഡി. അപ്പോൾ കഴിഞ്ഞ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അവർകൾ നിറവേറ്റിയിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കും അല്ലേ? അതങ്ങ് പോക്കറ്റ് പോയി. നമ്മൾ അയൽവാസി വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ പ്രാർത്ഥിക്കാം. ഓക്കെ, അതാണ് മെയിൻ. ഓക്കെ, ഇതിൻ്റെ ഉദ്ഘാടനം ആകുമ്പോൾ എല്ലാവർക്കും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ വരാം. ഓക്കെ, അങ്ങനെ ലോഡുമായിട്ട് മൂപ്പർ പോവുകയാണ്. വിട്ടോ ഒന്നുമില്ല ഡ്രൈവറാ. ഐശ്വര്യമായിട്ട് പോട്ടെ. ഫസ്റ്റ് കഴിഞ്ഞിട്ടേങ്ങളാണ്. അങ്ങനെ ഫസ്റ്റ് ലോഡ് പോയി. അപ്പോൾ എൻ്റെ യൂട്യൂബ് എല്ലാവരും ബാക്കി നിങ്ങൾ ഊഹിക്കുക, ലൈക്ക് അടിക്കുക, പിന്നെ വേറെ മണി അടിക്കുക. ഓക്കെ, എൻ്റെ ചില ആൾ പറയുന്നത് വീഡിയോ കിട്ടുന്നില്ല. അഷ്കർ ചോക്കി എന്ന് വെച്ച് അടിച്ചാൽ കിട്ടും. പറന്ന് പറഞ്ഞു വന്നു. ഇങ്ങനെ ചടപടയായിട്ട് വീഡിയോ വന്നുകൊണ്ടേയിരിക്കും.
വീട് വരും ഇൻഷാല്ല. ഈ ഉദ്ഘാടനം എൻ്റെ ഓളോടും എൻ്റെ ഉമ്മാനോടും വരെ പറഞ്ഞിട്ടില്ല, എല്ലാം പെട്ടെന്ന് വരും. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് എൻ്റെ ഓള് കുറച്ച് അകന്നിട്ടുള്ളു. അവൾ വരും, കാരണം അവൾക്ക് തന്നെ വേണ്ട ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട്. പക്ഷേ മണേ കൊണനാണ്. പണമുണ്ടെങ്കിലേ മണമുണ്ടാവും, മണമുണ്ടെങ്കിലേ കൊണമുണ്ടാവും. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവളും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. അവൾ ഇൻഷാ അല്ലാ ഈ ബിസിനസ്സോടുകൂടി നന്നാവണം ഇൻഷാ അല്ലാ. പണമാണ് എല്ലാം വേണ്ടത്, വേറെ പണത്തിൻ്റെ മേലെ പരന്നു പറക്കില്ലെന്ന് പറഞ്ഞ പോലെ സത്യമാണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ പറഞ്ഞു തരുന്നത് ആരെയും ക്ഷമിച്ചിട്ടില്ല, എൻ്റെ ഭാര്യനെ അറിയിച്ചിട്ടില്ല, എൻ്റെ ഉമ്മാനെ അറിയില്ല. എല്ലാം ഇവിടെ വന്ന് ഇന്ന് രാവിലെ എല്ലാം പറഞ്ഞത് ചുറ്റുവട്ടക്കാർക്ക് പറഞ്ഞു. ഓക്കെ, ഗുഡ് ബൈ. ഷാം